നോർമൽ തന്നെ നോർമൽ ഇല്ല പടിയില്ല ചേർന്നുണ്ടോ അതെയാണ് എത്ര ജീവിക്കുന്നുണ്ടോ പൈസ നല്ല ശരിയാണ്. നല്ല ശരിയാണ് രണ്ടോ ഇന്നത്തെ ചടങ്ങിന് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. ആത്മാവിന്റെ വരദാനങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്ന് ഒരു കുടുംബ ജീവിതത്തിന് അടിസ്ഥാനമിടുന്ന സൂര്യയെയും ബിനുവിനെയും അവരുടെ രണ്ടുപേരുടെയും കുടുംബാംഗങ്ങൾക്കും വേണ്ടിയും നമുക്ക് ഈ അവസരത്തിൽ നമുക്ക് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം. ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകണം. തീർച്ചയായിട്ടും അവരുടെ കുടുംബ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും അവരുടെ കുടുംബ ജീവിതത്തിൽ വിളയാടണം. അവരുടെ ജീവിത മേഖലകളിലെല്ലാം തമ്പുരാന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകണം. നമുക്ക് ആത്മാവിനെ വിളിച്ച് ആത്മാവിനോട് നമുക്ക് യാചിക്കാം. പരിശുദ്ധാത്മാവേ നീയേഴും നല്ലി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാര വിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ. കേഴുവാത്മാവിലാശവീശുന്ന മോഹന ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ നീയേഴും നല്ലി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഞങ്ങൾ ഒന്നിയേർന്ന് അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഈ പ്രഭാതത്തില് ഞങ്ങളെ ഇവിടെ ഒരുമിച്ച് ചേർത്ത അങ്ങയുടെ വലിയ സ്നേഹത്തിന്, കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന വേളയിൽ ഇന്ന് ഒരു കുടുംബ ജീവിതത്തിന് തുടക്കമിടാനായിട്ട് ആഗ്രഹിക്കുന്ന രണ്ടു മക്കളെയും അങ്ങനെ കരങ്ങളെ സമർപ്പിക്കുന്നു. സൂര്യയെയും ബിനുവിനെയും ദൈവമേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഈ മക്കളെ സമർപ്പിക്കുമ്പോൾ അവരുടെ ആഗ്രഹാഭിലാഷങ്ങളെ അവിടുന്ന് നിറവേറ്റി കൊടുക്കണമേ. കൃപയുടെ വഴികളിലൂടെ ചരിക്കുവാൻ ആ മക്കൾക്ക് അവിടുന്ന് കൃപ നൽകണമേ. അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. എല്ലാ തിന്മകളിൽ നിന്നും ആ മക്കൾക്ക് മോചനം നൽകി അങ്ങയുടെ കാരുണ്യത്തോട്, സ്നേഹത്തോട് അവരെ ചേർത്ത് നിർത്തണമേ. ഇന്ന് ഈ ചടങ്ങിലേക്കായിട്ട് യാത്ര ചെയ്യുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളെയും സമർപ്പിക്കുന്ന ഈശോയെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഈ കുടുംബത്തെ അങ്ങയുടെ കരങ്ങളെ സമർപ്പിക്കുന്നു. അവരുടെ സഹോദരങ്ങളെ അങ്ങയുടെ കരങ്ങളെ സമർപ്പിക്കുന്നു. മരിച്ചുപോയ പിതാവിനെ, അങ്ങയുടെ പെണ്ണിച്ചേട്ടനെ അങ്ങയുടെ കരങ്ങളെ സമർപ്പിക്കുന്നു. അവരോടൊപ്പം ആയിരിക്കുന്ന ചേച്ചിയെയും
അതുപോലെ മറ്റുള്ള എല്ലാ മക്കളെയും, ഉപകാരികളെയും, സഹോദരങ്ങളെയും, അതുപോലെ ബന്ധുമിത്രാദികളെ അങ്ങയുടെ അർഹകളെയും സമർപ്പിക്കുന്ന ഈശോയെ അനുഗ്രഹിച്ച് ആശീർവദിക്കണം. എപ്പോഴും അങ്ങയുടെ ആ തിരുവചനം അനുസരിച്ച് ജീവിക്കുവാൻ അവിടുന്ന് ഈ മക്കൾക്ക് അവിടുന്ന് കൃപ നൽകണമേ. ഏതെങ്കിലും കുറവുകളൊക്കെ ഈ മക്കളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവമേ മാപ്പപേക്ഷിക്കുന്നു. അങ്ങയുടെ കൃപകളോട് ചേർന്ന് പ്രവർത്തിക്കുവാനും അവിടുത്തെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് ജീവിക്കുവാനും നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്കെല്ലാം അങ്ങയോട് ചേർന്ന് നിലനിൽക്കുവാനും അവിടുന്ന് കൃപ ചെയ്യണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഈ മക്കൾക്ക് വേണ്ടി, ഇവരുടെ ഓരോ നിയമങ്ങൾക്കും വേണ്ടി, പ്രത്യേകിച്ച് സൂര്യ, വിനു, അവരുടെ കുടുംബ ജീവിതത്തിന് വേണ്ടി അമ്മ എപ്പോഴും തൻ്റെ തിരുക്കുമാരനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. തലവലിച്ച് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ കന്യാമാതാവിന്റെ പ്രത്യേക സംരക്ഷണവും സകല വിശുദ്ധരുടെ അനുഗ്രഹവും നിങ്ങളെ അവരോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മിശിഹായ്ക്ക് സ്തുതി. ഒന്നുകൂടെ സ്തുതി കൊടുത്തു. കറക്റ്റ് നമുക്ക് സ്തുതി കൊടുത്താൽ നെറ്റിലും കൊടുത്തു. നെറ്റിയിൽ ഇനി അടുത്ത പോലെ ആണോ? ഇവിടെ നോക്കി രണ്ടുപേരും ഇവിടെ നോക്കി. സൂര്യ കുറച്ച് ഇങ്ങോട്ട് തിരിഞ്ഞേ, ഇങ്ങോട്ട് തിരി. ഈ മക്കൾക്ക് വേണ്ടി ഇവരെടുക്കുന്ന പ്രതിജ്ഞയെ നിലനിൽക്കുവാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയുടെ ഈ സമയത്ത് നമുക്ക് നിലകൊള്ളാം. മറ്റുള്ള കോലാഹലങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അനാവശ്യമായിട്ടുള്ള ഹരിപരികളെല്ലാം നിർത്തിക്കൊണ്ട് നമുക്ക് ഈ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് പരിശ്രമിക്കാം. ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ പ്രാർത്ഥനയിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ഇതുപോലുള്ള സാഹചര്യങ്ങളിലാണ് അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുക. ആ അനുഗ്രഹങ്ങളെ നമുക്ക് സ്വീകരിക്കാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. ഒരു നിമിഷം നമുക്ക് നിശബ്ദമായി നമ്മുടെ കരങ്ങളെ കൂപ്പി കണ്ണുകളെ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമേ, ഇന്ന് ഇവിടെ ആയിരിക്കുമ്പോൾ
ഇന്ന് വിനുവിനെയും സൂര്യയെയും അവിടുത്തെ കരങ്ങളിലേക്ക് നമ്മൾ സമർപ്പിക്കുന്നു. പ്രേരണക്കാരനായ തരത്തിൽ ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും ഈടനയോടും അതേസമയം പരസ്പര ധാരണയോടും വിശ്വാസത്തോടും കൂടി അവരെ എടുക്കുന്ന ദൗത്യം വലിയവിധം മനോഹരമാക്കുവാൻ ഇവർക്ക് കൃപ നൽകണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഈ ചടങ്ങിലേക്ക് പ്രവേശിക്കാം. അത്യുന്നതങ്ങളിലെ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സർവ്വ ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിലുൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ആദിയിൽ മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിക്കുകയും സ്നേഹമുണ്ടായിരിക്കുകയും മനുഷ്യവംശത്തിന് നിലനിൽപ്പുമായി അവരെ തമ്മിൽ യോജിപ്പിക്കുകയും ചെയ്ത അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. പൂർവ്വപിതാവായ ഇസ്ഹാക്കിനെയും അവന്റെ ജീവിതപങ്കാളിയാക്കുവാൻ തിരഞ്ഞെടുത്ത റെബേക്കയെയും അനുഗ്രഹിച്ച കർത്താവേ, വിവാഹവാഗ്ദാനത്തിനായി തിരുമുമ്പിൽ അണഞ്ഞിരിക്കുന്ന ഈ ദാസനെ സ്വതന്ത്ര മനസ്സോടും തിരുന്ന സന്തോഷത്തോടുകൂടെ വിവാഹവാഗ്ദാനം നടത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവുപുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ കർത്താവ് നല്ലവനാണ്. ഇസ്ഹാക്കിന് ഭാര്യയെ കണ്ടെത്തുവാൻ വഴിയൊരുക്കിയ കർത്താവേ, വിവാഹവാഗ്ദാനത്തിന് അണഞ്ഞിരിക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമേ. ദരിദ്രരാകാം, വിശന്നു വലയാം. കർത്താവിനെ തേടുന്നവർക്കോ നന്മകൾക്കൊന്നും കുറവുണ്ടാകുകയില്ല. ജീവിതം ഇഷ്ടപ്പെടുകയും നല്ല ദിനങ്ങൾക്കായി കാക്ഷിക്കുകയും ചെയ്യുന്നു. അകൃത്യത്തിൽ നിന്ന് നന്മ ചെയ്യും. സമാധാനം തേടി അതിനെ പിന്തുടരുകയും സകല സൗഭാഗ്യങ്ങളും നന്മകളുള്ള ഞാൻ നിൽക്കുന്ന സ്ഥിതിയിൽ ഞങ്ങളെ ശ്രദ്ധിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യട്ടെ. അന്ന് സകലത്തിന്റെയും ആദ്യ സൃഷ്ടാവായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്നേക്കും. ആത്മാവിൽ
പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുകയും ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്റെ സന്തോഷം നിങ്ങളിൽ ഉൾക്കൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും വേണ്ടിയാണ്. ഇതാണ് എന്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ബന്ധങ്ങൾ എല്ലാവരോടും ഉണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഇന്ന് വലിയ ഒരു ചടങ്ങിന് നമ്മൾ ഇവിടെ സാക്ഷ്യം വഹിക്കുവാനായിട്ട് വന്നിരിക്കുകയാണ്. ചടങ്ങിന് സാക്ഷ്യം വഹിക്കുക എന്നതിനേക്കാൾ ഉപരി ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവരെ നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനയുടെ ഓർക്കുക. എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും അതുപോലെ തന്നെ ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് വചനത്തില് പറഞ്ഞു വെച്ചു. വചനം പറയുന്നതിനാണ്, ഞാൻ എൻ്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിങ്ങൾ നിലനിൽക്കുക. ഈ ഒരു ധാരണയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ആ സ്നേഹം ഒരുപക്ഷെ ഇവരുടെ ഈ കുടുംബ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ആ സ്നേഹം അതെന്നും നിലനിൽക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളിൽ എന്നും ഉണ്ടാകണം. തീർച്ചയായിട്ടും ആ സ്നേഹം, അതായത് ആ ഒരു സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആ സാന്നിധ്യം, അതായത് ക്രിസ്തു സാന്നിധ്യം, ഈശോയുടെ സാന്നിധ്യം നിങ്ങളിൽ ഇല്ലാതെങ്കിൽ നിങ്ങൾക്ക് ഒരുവരോട് ജീവിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് വചനം പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ആ സ്നേഹം ദൈവസ്നേഹത്തോട് ചേർന്ന് നിന്നാൽ മാത്രമേ ഒരു കുടുംബ ജീവിതത്തിന് അടിത്തറ പാകുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതെ, ഇന്ന് രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഇന്നിവിടെ ഒരുമിക്കുകയാണ് അല്ലേ? വീട്ടുപേര് പാറടി അല്ലേ? പാറടി കുടുംബവും അതുപോലെ കുളത്തിങ്കൽ കുടുംബവും. ഞാൻ കുളത്തിങ്കൽ ഫാമിലിയിൽ ഉള്ളതാണ്. ഓക്കെ, തീർച്ചയായിട്ടും എനിക്കും ഈ ഒരു കുടുംബം, പാറടിയ കുടുംബം പുതിയത് തന്നെയാണ്. തീർച്ചയായിട്ടും ഇന്ന് ഈ ഒരു സാഹചര്യത്തിലൂടെ, ഈ ഒരു ചടങ്ങിലൂടെ ഒരു കുടുംബബന്ധം വീണ്ടും ഒന്നുകൂടി ഒന്ന് ദൃഢമാക്കുകയാണ്. ആരാണ്, എന്താണ് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷെ നമ്മൾ പരിചയപ്പെടാനായിട്ട് പോവുകയാണ്. അപ്പൊ ഈ ഒരു പുതിയൊരു സ്നേഹബന്ധത്തിലേക്ക്, സുഹൃത്ത് ബന്ധത്തിലേക്ക്, ഒരു കുടുംബ ബന്ധങ്ങളിലേക്ക് ഇവിടെ കടന്നു വരികയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ സ്നേഹം എന്നും നിലനിൽക്കേണ്ടതാണ്. ഈ സ്നേഹം നിലനിൽക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ, അത് ഓരോ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ഒക്കെ ഈ സ്നേഹം നിലനിൽക്കണമെങ്കിൽ ദൈവ വചനത്തില്, കൽപ്പനകളിൽ നമ്മൾ ദൃഢമായിരിക്കണം. അതിൽ നമ്മൾ വേരുണ്ടണം. എങ്കിൽ മാത്രമേ ആ സ്നേഹബന്ധം നിലനിൽക്കുകയുള്ളൂ. എന്നിട്ട് ഈശോ പറഞ്ഞു വയ്ക്കുകയാണ്, ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനാണ്, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന. ഞാൻ നിങ്ങളെ എത്രമാത്രം സ്നേഹിച്ചുവോ അതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണമെന്നാണ്. ഈശോ കാണിച്ചു തന്ന ആ വഴി ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ ഇടവരരുത്. എങ്ങനെയാണ് സ്നേഹിച്ചത് എന്ന് ഈശോ കാണിച്ചു തരുന്നത് ആ കുരിശിലെ ബന്ധം വഴിയാണ്. കുരിശിലെ അല്ലെ കൈകൾ വിരിച്ച് അല്ലെ വേദനയോടെയാണ് ആ സ്നേഹത്തെ നമ്മെ ചേർത്ത് നിർത്തുന്ന സ്നേഹത്തിലേക്ക്. അപ്പോൾ ആ ഒരു സ്നേഹബന്ധം വേദനകളുണ്ടാകാം, കഷ്ടതകളുണ്ടാകാം,
ഒരുപക്ഷെ പ്രതിബന്ധങ്ങൾ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടാകാം. അതുണ്ടാകുമ്പോൾ ക്രിസ്തു സ്നേഹിച്ചതുപോലെ കൈകൾ വിരിച്ച് അവരെ സ്വീകരിക്കുവാൻ, അവരെ ചേർത്ത് നിർത്തുവാൻ, പരസ്പരം അറിയാൻ, പരസ്പരം ചേർത്ത് നിർത്താൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും സാധിക്കണം. അതിന് സാക്ഷ്യം വഹിക്കാനായിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. സാക്ഷ്യം മാത്രമല്ല, ഞാൻ പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കുവാൻ കൂടിയാണ്. അപ്പോൾ ഇന്ന് ഇവിടുന്ന് എല്ലാ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ചില ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകേണ്ടത് ഒരു ക്രിസ്തു സാന്നിധ്യമാണ്. ആ സാന്നിധ്യത്തിൽ നിങ്ങൾ നിലനിൽക്കണം. ഇനി ഇവിടെ നമ്മളുള്ള ദിവസങ്ങളൊക്കെ എൻജോയ്മെന്റ് വേണം, വേണ്ടായെന്നല്ല. നിങ്ങൾ സംസാരിക്കണം, വേണ്ടാന്നല്ല. എല്ലാ കാര്യങ്ങളും അതുകൊണ്ടാണ് ഇനി വരുന്ന തയ്യാറെടുപ്പുകളൊക്കെ ആവശ്യമാണ്. അതിനേക്കാൾ ഒരു പ്രാർത്ഥനയുടെ ദിനങ്ങളായിരിക്കും നിങ്ങളെ സംബന്ധിച്ച്. ബാക്കി കാര്യങ്ങളൊക്കെ ഭംഗിയായി നിങ്ങളെല്ലാവരുമായിട്ട് പ്രാർത്ഥിക്കോളൂ. അതുകൊണ്ട് നിങ്ങളുടെ ക്രിസ്തുവിനോട് സ്നേഹം നിൽക്കുക എന്ന്. അങ്ങനെ ആ സ്നേഹം അതുകൊണ്ട് വീണ്ടും പറഞ്ഞു വയ്ക്കുന്നുണ്ട്, സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ ഒരു സ്നേഹം ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ബന്ധമായിരിക്കണം നിങ്ങളുടെ ഇടയിലുണ്ടാകേണ്ടത്. ഏതെല്ലാം വേദനകൾ വരുമ്പോഴും ചേർന്നത് തന്നെ സാധാരണ ഒരു കൊടുക്കുന്ന ഉപദേശത്തിന് ഞാൻ പറയാറുണ്ട്, വേദനകളുടെ നിമിഷത്തില് ഇന്ന് നിങ്ങളിവിടെ സാക്ഷ്യം നടത്തിക്കൊണ്ട് കൽവയ്പ് നടത്തുകയാണ് എന്നൊരു വാഗ്ദാനം നടത്തുന്നതിലൂടെ, അടുത്ത ദിവസം വിവാഹബന്ധത്തിലൂടെ, അതുപോലെ എന്താ പറയുക, നിങ്ങളെ ഏറ്റുചൊല്ലുന്ന ആ പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ കൈകൾ പിടിച്ചുകൊണ്ട് നിങ്ങളെ ഏറ്റുചൊല്ലുന്നുണ്ട്. ഇവിടെ എല്ലാ പ്രശ്നങ്ങളും അതുപോലെ പ്രതിസന്ധികളും ഒക്കെ കടന്നു വരുമ്പോൾ നിങ്ങൾ മറ്റുള്ള ഏരിയയിലോ മറ്റുള്ള ദൂരദേശങ്ങളിലോ മറ്റു സ്ഥലങ്ങളിലോ അല്ല പോകേണ്ടത്, മറിച്ച് ഈ ആൾക്കാരൊക്കെ മുമ്പിലായിരിക്കണം നിങ്ങൾ ഓരോരുത്തരും പറയേണ്ടത്. അതിന് ആ പ്രശ്നത്തിന് പരിഹാരം തേടേണ്ടത് ഈശോയുടെ മുമ്പിലായിരിക്കും. അതുകൊണ്ടാണ് ക്രിസ്തുവിനെ സാക്ഷ്യം നടത്തിക്കൊണ്ടാണ് നിങ്ങളിന്ന് വിവാഹ വാഗ്ദാനം നടത്തുന്നത്. പ്രിയമുള്ളവരെ, പ്രിയ വിനോദ് അതുപോലെ തന്നെ സൂര്യമാണ്, രണ്ടുപേർക്കും നല്ല ദിനങ്ങൾ നേരുന്നു. പ്രാർത്ഥന ആശംസകൾ നേരുകയാണ്. കുടുംബജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പ്രശ്നങ്ങളും പ്രതിവിധികളും ഒക്കെ മനുഷ്യ സഹജമാണ്. അത് കടന്നു വരുമ്പോൾ ഈശോയെ കൂടുതൽ ചേർത്ത് പിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. മറ്റുള്ളവരൊക്കെ നമുക്ക് എന്നും സപ്പോർട്ടുണ്ട്, പക്ഷെ തമ്പുരാനായിരിക്കണം നമ്മുടെ മുമ്പിൽ ഏറ്റവും ആദ്യം കടന്നു വരേണ്ടത്. തമ്പുരാനെ ശ്രമിക്കുവാനുള്ള ഒരു കഴിവ് നമ്മൾ ഉണ്ടാകണം. പ്രാർത്ഥനയുടെ മക്കളാണ്. അത് ഇനി അതുകൊണ്ട് നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് വിവാഹത്തിലൂടെ കടന്നു വന്നു കഴിയുമ്പോൾ നിങ്ങളെ കരുതുന്ന ആ ഒരു ദൗത്യമുണ്ട് വിവാഹ ജീവിതത്തിൽ. അവിടെ പ്രാർത്ഥനയൊക്കെ നമ്മൾ പറയുന്നത് അത് തന്നെയാണ്, നല്ല മക്കളെ വാർത്തരുത്, വിശ്വാസമുള്ള നല്ല മക്കളെ വാർത്തരുത്, ദൈവസ്നേഹമുള്ള ദൈവമായിട്ടുള്ള
ആയതുകൊണ്ട് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മാത്രമേ വിവാഹ നിശ്ചയത്തിലേർപ്പെടുവാൻ പാടുള്ളൂവെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. നിങ്ങളുടെ വിവാഹ നിശ്ചയം പരസ്യമായി പ്രഖ്യാപിക്കുവാനുള്ള അവസരം തിരുസഭ നിങ്ങൾക്ക് നൽകുകയാണ്. ചോദിക്കുന്നതിന് നിങ്ങൾ ഉത്തരം പറയുക. വിനു തോമസ്. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന ഉദാശയിലൂടെ സൂര്യമോൾ ബെന്നിയെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുമോ? വാഗ്ദാനം ചെയ്യും. സൂര്യമോൾ ബെന്നി മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന ഉദാശയിലൂടെ വിനു തോമസിനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. സാക്ഷികൾ ഈ വിവാഹ വാഗ്ദാനത്തിന് നിങ്ങൾ സാക്ഷികളാണ്. വിവാഹ വാഗ്ദാനം നടത്തിയ നിങ്ങളെ മിശിഹ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ഇപ്പോൾ
ഇവിടെ നോക്കിയോ, എൻ്റെ ഇവിടെ നല്ല തിരിച്ചു. ഓക്കെ, എല്ലാവരും ഇവിടെ നോക്കി. ഇവിടെ നീ വീഡിയോ എടുക്കും. റെഡിയാ? നല്ല ഹാപ്പി റെഡി. ഇവിടെ നോക്കി, ഇവിടെ നോക്കി, എല്ലാവരും ഇവിടെ നോക്കി. നല്ല തിരിച്ചു. മാറില്ല, ഇവിടെ നോക്കി, എല്ലാം തിരിച്ചു. ചേച്ചി പോലെ എല്ലാവരും ഇവിടെ നോക്കി. ഇവിടെ നല്ല ചിരിച്ചു. ഇവിടെ 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 സൂര്യ കുറച്ച് താടി പോകട്ടെ. എല്ലാവരും ഇവിടെ നോക്കി. കുറച്ച് താടി പോകട്ടെ. ഇവിടെ നോക്കി, നല്ല ചിരിച്ചോ. ഓക്കെ, ഫ്രണ്ടിൽ നിന്ന് പോകാം. താടി കുറച്ച് നോക്കട്ടെ. അങ്ങനെ വന്നോ? നല്ല ചിരിച്ചു. ഇവിടെ നോക്കി, ഇവിടെ നോക്കി. നല്ല ചിരിച്ചോ. വേണ്ടല്ലോ.
ഇനി നമുക്ക് രണ്ട് ഫാമിലിയെയും പാരൻസിനെ വെൽക്കം ചെയ്യാം. ആദ്യം തന്നെ മിനിച്ചേട്ടന്റെ ഫാമിലിയെ നമ്മൾ വെൽക്കം ചെയ്യുന്നു. തോമസ് അങ്കിളിനെയും ലിസി ആന്റിയെയും അതുപോലെ തന്നെ സോനി ചേട്ടായും വൈഫ് അമ്പിളി ചേച്ചിയും ആദിലിനെയും വെൽക്കം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ചേട്ടയുടെ അസാന്നിധ്യത്തിലും നിറസാന്നിധ്യമായി ചേട്ടയുടെ വൈഫ് ക്ഷണിക്കുന്നു. ആദ്യം തന്നെ മിനിച്ചേട്ടനും സൂര്യ ചേച്ചിയും തിരികൾ തെളിയിക്കാം. ഇവർ ഒരുമിച്ച് തെളിയിക്കുന്ന ഈ തിരിയുടെ പ്രകാശം ഇവരുടെ ജീവിതത്തെ എന്നും പ്രകാശിപ്പിക്കട്ടെ. മിനിച്ചേട്ടന്റെ ജീവിതത്തിലും സൂര്യച്ചിന്റെ ജീവിതത്തിലും പരസ്പര പൂർണ്ണരായി നിന്ന് പ്രകാശ ഗോപുരം പോലെ എന്നും ശോഭിക്കട്ടെ എന്ന് മമ്മി കുറച്ച് കയറിയ ഫ്രണ്ടിലേക്ക് കയറിക്കോ മമ്മീനോട്. ഇവർ ഒരുമിച്ച് കൊടുക്കുന്ന ഈ കേക്ക് പോലെ മധുരിതമാകട്ടെ ഇവരുടെ തിരിച്ചേട്ടനും സൂര്യ ചേച്ചിയും ആദ്യം തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് കൊടുക്കേണ്ടതാണ്. സൂര്യ ചേച്ചി വിളിച്ചേട്ടനും വിളിച്ചേട്ടൻ സൂര്യ ചേച്ചിക്കും Said you wouldn't live without me. That roundabout
Gracias.